നമസ്കാരം. കോഴിക്കോട്ട് നടന്ന മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം കട്ടിംഗ് സൗത്തിന്റെ രണ്ടാം ഭാഗമാണോ? രാജ്യത്തെയും വിദേശത്തെയും ഹിന്ദുവിരുദ്ധരെയും ഇന്ത്യാവിരുദ്ധ ലോബിയെയും പങ്കെടുപ്പിച്ച അന്താരാഷ്ട്ര ഹിന്ദുവിരുദ്ധ ഇന്ത്യാവിരുദ്ധ സമ്മേളനം പോലെയായി. ചർച്ച ചെയ്ത വിഷയവും ചർച്ചിച്ച മഹാന്മാരും പറഞ്ഞു വെച്ചതോ ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നരേന്ദ്രമോദിയും BJPയും RSSുമാണെന്നാണ്. ഏതായാലും പലസ്തീനിൽ ഇസ്രായേൽ പ്രശ്നത്തിന് പിന്നിൽ മോദിയും അമിത്ഷായുമാണെന്ന് പറയാഞ്ഞത് ഭാഗ്യം. BJPയുടെ ഭാഗത്തു നിന്ന് ഒരാളെ വിളിക്കുക, എതിർക്കാൻ 6 പേരെ വിളിക്കുക. ഈ 6 പേർക്ക് വേണ്ടി കൈയടിക്കാനും ചോദ്യം ചോദിക്കാനും കുറേ ആസ്ഥാന വിദൂഷകന്മാരെ സംഘടിപ്പിച്ച് കൊടുക്കുക. ഇതാണ് മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര കട്ടിംഗ് സൗത്തിൽ നടന്നത്. ദേശാഭിമാനി പത്രത്തിന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങൾക്കെല്ലാം ബ്രിട്ടൻ പടം വാരിക്കോരി കൊടുത്തു. അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ വിഷയം ഉന്നയിച്ച സന്ദീപ് വാര്യരെ എത്ര അസഹിഷ്ണുതയോടെയാണ് സദസ്സിലുള്ളവരും വേദിയിലുള്ളവരും നേരിട്ടത്. മോഡറേറ്റർ എന്ന കൊഞ്ഞാണ്ടൻ മര്യാദഘട്ട ഈ പെരുമാറ്റത്തെ നിശബ്ദനായി കണ്ടുനിന്നു. ഈ ചർച്ചക്കാർക്കെല്ലാം ഒറ്റ അജണ്ടയേ ഉള്ളൂ: ഹിന്ദു വിശ്വാസത്തെ എതിർക്കുക. ബാക്കി ഏതെങ്കിലും മതവിശ്വാസത്തെ ഇവന്മാർക്ക് നവീകരിക്കേണ്ട. ദക്ഷിണേന്ത്യയെ വിഭജിക്കുക എന്നത് കുറേ പേരുടെ സ്വപ്നമാണ്. അതുകൊണ്ടാണല്ലോ കൊച്ചിയിൽ കട്ടിംഗ് സൗത്ത് എന്ന പരിപാടി നടന്നത്. ഇതിൻ്റെ പ്രധാന സ്പോൺസർമാരായ കാനഡയായിരുന്നു. കാനഡയുടെ പതാക അടക്കമാണ് പരിപാടിയുടെ ബ്രോഷറിലുള്ളത്. ഖലിസ്ഥാൻ സംഘടനകൾക്ക് വേരോട്ടമുള്ള കാനഡയാണ് ഫണ്ട് ഇതിനായി ഒഴുക്കിയത്. ഈ പരിപാടിയുടെ മറ്റ് പാർട്ണർമാർ കേരള മീഡിയ അക്കാദമി, കേരള പത്രപ്രവർത്തക യൂണിയൻ, കൺഫ്ലുവൻറ്റ് മീഡിയ, ദി ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ടറി എന്നിവരാണ്. പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായി നിലകൊണ്ട ഓൺലൈൻ പോർട്ടലുകളാണ് കൺഫ്ലുവൻറ്റ് മീഡിയ, ദി ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ടറി എന്നിവർ. ഈ കട്ടിംഗ് സൗത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് കോഴിക്കോട്ട് നടന്ന മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം. വ്യാജ വാർത്ത കൊടുത്തും അർത്ഥസത്യങ്ങൾ വിളമ്പിയും ന്യൂനപക്ഷ വിഭാഗത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ അരക്ഷിതബോധം സൃഷ്ടിച്ച ഒരു മാധ്യമ സ്ഥാപനമാണ് മാതൃഭൂമി. രാമൻ്റെ ദുഃഖം സത്യത്തിൽ എഴുതിയത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കൂലി എഴുത്തിനും അതിൻ്റേതായ മാഹാത്മ്യമുണ്ട്.